ഹലോ, നമ്മുടെ ഒരു സാധാരണ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കട്ടിൻ്റെ പുറകിലൊക്കെ നിന്ന് വെറുതെ ഷോ കാണിക്കുകയാണ്. പിന്നെ ആമീസ് എണീച്ചിട്ട് കുരുത്തക്കേട് തുടങ്ങി പനി നോക്കുന്ന ഒരു പഴയ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാറ്ററി കൂരിയിട്ടാണ് ഞാൻ കൊടുത്തത്, അല്ലെങ്കിൽ അത് അവളെ തിന്നും. അപ്പോൾ നമ്മൾ നമ്മുടെ വോയിസിൽ തന്നെ വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ആമി വീഡിയോ എടുത്ത് ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൈവച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഹായ് ഉമ്മയൊക്കെ തരുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ ആ വോയിസിൽ ഇഷ്ടം പോലെ വേറെ കുറച്ച് വോയിസുകളും കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മൈക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ആമീസ് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ എത്തിയപ്പോൾ ഗോവിന്ദൻ, അതായത് ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ, അവളുടെ കൊച്ച അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ക്യാമറ ഉണ്ടോണ്ടാണോ എന്തോ അവ എഴുന്നേറ്റ് ഓടി കേട്ടോ. അപ്പോൾ എന്താ ആമീസ് പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്. ക്യാമറ എവിടെ വെച്ചിരുന്നാലും ആമീസ് ഓടി വരും കേട്ടോ. ആമിക്ക് വീഡിയോസൊക്കെ ഇതുപോലെ ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. ലൈവിലൊക്കെ കുറച്ച് ദിവസം അവൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ജലദോഷമാണ്. ആ ജലദോഷം എനിക്ക് ഇതുവരെയും മാറിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് ഞാൻ ചായ ഒഴിവാക്കിയിട്ട് കട്ടൻ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കട്ടൻ ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത്, ഇത് വലിയൊരു പാട് തന്നെയാണ്, നമുക്ക് ഇരട്ടി ജോലിയാണ് കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ക്യാമറ കൊണ്ട് അവിടെ വെക്കണം, റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യണം, ഓണാക്കണം, അത് കഴിഞ്ഞ് ജോലി ചെയ്യണം. ഇത് ഇരട്ടി പണിയാണ്. നമ്മൾ ഒരു 30 മിനിറ്റത്തെ വീഡിയോ അല്ലെങ്കിൽ 15 മിനിറ്റത്തെ വീഡിയോ ആണ് ഒരു ദിവസമാക്കി കാണിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഇത് എളുപ്പം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ സാധാ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പാടാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് ജോലി ചെയ്യുക എന്നത്. അതായത് ഇരട്ടി സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വീഡിയോ കൊണ്ട് വയ്ക്കുക, എടുക്കുക, അതൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ പുട്ടും കട്ടനും പഴമായിരുന്നു കേട്ടോ. പഴം എടുക്കാൻ മറന്നുപോയി. അങ്ങനെയാണ് ഞാൻ ഓടി വന്ന് പഴം എടുത്തത് കേട്ടോ. അപ്പോൾ സൈഡിൽ ഗോവന്തിരുന്ന് ചിരിക്കുന്നുണ്ട്. കാര്യം ഞാൻ ഇതുവരെയും ഇങ്ങനെ ബ്യൂട്ടി അല്ല എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ റൂമിൽ ഇരുന്നാണ് എടുക്കുന്നത്. ഇതുപോലെ ഹാളിലൊന്ന് റിംഗ് ലൈറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടൊക്കെ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. ടി വിയിൽ എന്തോ സിനിമയോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം അവളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവൾ ഒരു നേരം അടങ്ങിയിരിക്കില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ വിരാന്ന് ഓടിക്കൊണ്ട് കിടക്കും. ഒരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല. അപ്പോഴിതാ ഓടി വന്നിട്ട് എൻ്റെ ആ റിംഗ് ലൈറ്റ് പിടിച്ച് കുലിക്കുന്ന ഇതാണ് കാണുന്നത്. ആ സൈഡിലുള്ള സ്ക്രൂ ഫുൾ അവൾ ഇളക്കും കേട്ടോ. ഇങ്ങനെ തിരിക്കി ഇളക്കും. ഏകദേശം അത്ര ഹൈറ്റ് മാത്രമല്ലേ ഉള്ളൂ അവൾക്ക്. അങ്ങനെയാണ് ഞാൻ പിന്നെ എടുത്ത് കയ്യിൽ വെച്ചത്. റിംഗ് ലൈറ്റ് കണ്ടാൽ അവൾക്ക് അപ്പോഴതിൽ എന്തെങ്കിലും പണി ചെയ്യണം. ഒന്നെങ്കിൽ അവൾ ബ്രൈറ്റ്നസ് കൂട്ടി കുറച്ച് സ്വിച്ചിൽ പണിയും, അല്ലെങ്കിൽ സൈഡിലൊക്കെ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നെങ്കിൽ മറിയോ അങ്ങനെ പേടിച്ചാണ് ഞാൻ ഓടിച്ചെന്ന് പിടിക്കുന്നത്. പിന്നെ അത്യാവശ്യം മഴയായിരുന്നു തലേ ദിവസം വരെ കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് പോയി തുണികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം പറക്കിയിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴയായ തുണി ഉണക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ തുണി ഉണങ്ങി കിട്ടിയാൽ തന്നെ, കഴുകി ഉണങ്ങി കിട്ടിയാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. ആ ഒരു വെയിലത്ത് തന്നെ ഞാൻ എല്ലാ തുണിയും പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കഴുകിയിടാനുള്ള എല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം ഉണങ്ങി കിട്ടി. അപ്പോഴാണ് ഞാൻ തുണി ഉണക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരാൾ വെള്ളം കണ്ട് അവൾക്ക് എപ്പോഴും വെള്ളത്തിൽ കളിക്കണം എന്ന് വെച്ചാൽ ആ ബക്കറ്റിലിരിക്കുന്ന വെള്ളം ഫുള്ള് ഇവളെടുത്ത് ചരിച്ച് കളയും. അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ സാധനങ്ങളെല്ലാം പറക്കൊണ്ടിടും കേട്ടോ. അങ്ങനെ ഇവളെ ഞാൻ നേരെയുള്ള അച്ഛൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് ഇനി എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു കേട്ടോ. ഫേസ് വാഷ് നോർമലി എല്ലാവരും രാവിലെ ആയിരിക്കും ചെയ്യുന്നത്. എനിക്ക് ടൈം കിട്ടുമ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ചെയ്യാൻ എനിക്കൊരു മൂഡില്ല. ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഡോവിൻ്റെ വേറെ ഉണ്ട്. പുള്ളി പുറത്ത് പോയപ്പോൾ തറഞ്ഞ് തീരുന്നതിന് മുമ്പേ അത് തറയിൽ വേണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.
നെക്സ്റ്റ് നമുക്കൊരു പൊട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഒരു ലേശം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുരികം ഒരലങ്കാരത്തിനൊന്ന് എഴുതി കൊടുക്കാം. നോർമലി ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ പുരികമൊന്നും എഴുതാറില്ല. കമ്മലിട്ട് കൊടുക്കാം. മഴ മാറിയ വെയിലങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്തൊരു ചൂടാണെന്ന് അറിയാമോ? അതിനിടയ്ക്ക് ഞാൻ വിയർത്ത് കുളിക്കണം. ഇനി നമുക്ക് മുടിയും കൂടെ ഒന്ന് ചേക്കിക്കട്ടെ. ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ദിവസത്തെ സ്കിൻ കെയർ കേട്ടോ. പിന്നീട് ഞാൻ താഴെ വന്നപ്പോൾ ആമിയുടെ അച്ഛൻ്റെ അടുത്ത് ആക്കിയത് കൊണ്ട് തന്നെ കാപ്പി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കാപ്പി കൊടുക്കുമായിരുന്നു. ഇത് വിറകെടുക്കാൻ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഷാർജ അടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പാലെടുത്ത് വെച്ചതാണ് കേട്ടോ. പാലെടുത്ത് വെളിയിൽ വെച്ചിട്ട് ഗോവിന്ദൻ എന്തോ ഹോർലിക്സും സാധനവും മേടിക്കാൻ പോയിരുന്ന സമയത്ത് നമ്മളവിടെ വെറുതെ തറയിലിരുന്ന് ചുമ്മാ ആമീസിൻ്റെ ഓരോ കുരുത്തക്കേട് വേലകളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളുടെ അച്ഛൻ തോളിൽ കയറിയിരിക്കുന്ന ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ ഷാർജ അടിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഷാർജ അടിക്കാനായിട്ടുള്ള പുറപ്പാടാണ്. ബൂസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ബൂസ്റ്റ് ഇല്ല, ഹോർലിക്സ് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഹോർലിക്സ് ഇട്ട് അടിച്ചു. അവിടുത്തെ മിക്സിക്ക് ഒരു ചെറിയൊരു എന്തോ ഒരു ഇതുണ്ട്. അങ്ങനെ പിന്നെ അമ്മയും കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ മുന്നേ പ്രാവശ്യം ഇത് കണക്ക് മാങ്ങയിൽ ഇത് അടിച്ചപ്പോഴത്തേക്കും ആ സൈഡിൽ ഫുള്ളായി കേട്ടോ. അതിൻ്റെ അടപ്പ് കുറച്ച് ലൂസായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയും കൂടി ഹെൽപ്പ് ചെയ്ത് തന്നത്. അങ്ങനെ ഞാൻ എന്താ ഗോവിന്ദനും ചേട്ടനും കൂടി വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ ആയതുകൊണ്ട് അവിടെ എല്ലാം കുറച്ച് ഇങ്ങനെ അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴത്തൊലിയും അതും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഞാൻ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി കൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഴുകുന്ന ഏരിയ കേട്ടോ. ആ ഒരു വലിയ കുട്ടയുള്ളത് വലിയൊരു ഉപകാരമാണ്. പാത്രങ്ങൾ കഴുകി നമ്മൾ എല്ലാം അതിലാണ് എടുത്ത് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ തന്നെ ഇരുന്നങ്ങ് ഉണങ്ങും. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് മഴയൊന്നും ഇല്ല, അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര അധികം ഒരു ഉണക്കാനും പറക്കാനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റി. അപ്പം ഞാൻ എന്തോ വേസ്റ്റ് വെള്ളം എന്തോ കളയാനായിട്ടായിരുന്നു വെളിയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജലദോഷമാണ്, എന്നാലും ഒരു അര ഗ്ലാസ് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു 2:30-3 മണിയൊക്കെ ആയിക്കാണ് കേട്ടോ. ഇന്ന് ഇത്തിരി ലേറ്റായി. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ തലയിൽ ബാൻഡൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ബാൻഡ് എടുക്കാൻ മറന്നുപോയി.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആമിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഇവൾ കഴിക്കത്തേ ഇല്ല, തുപ്പി കളഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ചോറ് ലേറ്റായി കഴിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു 4-4:30 ആവുന്ന സമയത്ത് തന്നെ ചായ ഇടും കേട്ടോ. അപ്പോൾ ചായ ഇടുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന എടുത്തില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ഞാൻ പലപ്പോഴും നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ 24 മണിക്കൂറും ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് പരിചയക്കുറവും കൊണ്ട് ഞാൻ പിന്നെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ പിന്നെ ചായ കുടിക്കുന്ന എടുത്തില്ല, എന്നാൽ പിന്നെ ഇതെങ്കിലും എടുത്ത് കളയാലോ എന്ന് ഇതെങ്കിലും എടുക്കാമല്ലോ എന്ന് ആലോചിച്ച് ഞാനും അമ്മി അവിടെ വെറുതെ ഇരുന്നപ്പോൾ എടുത്തു കേട്ടോ. പിന്നെ റൂമും എല്ലായിടത്തും ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ആമീനെ കുളിപ്പിക്കുന്നതാണ് കേട്ടോ. ആമി കുളിക്കാമെന്ന് പറഞ്ഞാൽ ആൾ അത്യാവശ്യം നിൽക്കുകയൊക്കെ ചെയ്യും, അങ്ങനെ കരയുന്ന കൂട്ടത്തിലൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ചില പിള്ളേരൊക്കെ കുളിക്കാൻ ഭയങ്കര, ഇവിടെ കുഞ്ഞിലേ തൊട്ടേ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുളിക്കുന്ന സമയത്ത് കരയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വളരെ നല്ലതാണ്. അല്ലാതെ ഇങ്ങനെ ഓരോരോ കുരുത്തക്കേടുകളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മഴയൊന്നും ഇല്ലടെ. ഞാൻ കുളിച്ച് സുന്ദരിയായെന്ന് പറഞ്ഞാണ്. സുന്ദരി പെണ്ണായെന്ന് പറഞ്ഞു. സുന്ദരി പെണ്ണായി. അല്ലേ ടാറ്റ കൊടുത്താണ്. ടാറ്റ. ഇന്നത്തേക്ക് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാമെന്ന് പറയാം. അപ്പം എല്ലാവർക്കും ടാറ്റ. ഉമ്മോട് ഗുഡ് ബൈ എന്ന് പറ. ബൈ, സീ യു. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഫോണിലെ ചാർജും ഏകദേശം കഴിയാറായി. അപ്പോൾ സന്ധ്യ ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.